ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് നമ്മൾ അരി അരയ്ക്കാനും കുതിർക്കാനും ഒന്നും നിൽക്കേണ്ട. വെറും 10 മിനിറ്റിൽ നല്ല പഞ്ഞി പോലത്തെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ജീരകം, ഒരു ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ 2-3 ഏലക്ക. ഞാൻ പഴുത്തൊരു ഏത്തപ്പഴമാണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത്. പഴം ഏത് വേണേലും ചേർക്കാവേ. പിന്നെ ശർക്കര വേണം. ശർക്കരയൊന്ന് നമുക്കതൊന്ന് പാനിയാക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് പാനിയാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ നമുക്ക് റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വരുന്ന ഈ അളവിൽ നമുക്ക് മൈദാമാവാണ് വേണ്ടത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏത്തപ്പഴമാണ് ചേർത്ത് കൊടുത്തത്, നല്ലൊരു പഴുത്ത ഏത്തപ്പഴമാണ്. പിന്നെ ചുക്കൊന്ന് പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ല രീതിയിൽ അരഞ്ഞു വരുത്തോളൂ. പിന്നെ മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ജീരകവും പിന്നെ ഏലക്കായും ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പാനിയാക്കി വെച്ചിരുന്ന ശർക്കര നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. നല്ല ചൂടിൽ ഒഴിച്ചു കൊടുക്കരുത്, ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത റൈസ് പൗഡറും മൈദാമാവും അതിൻ്റെയൊക്കെ അളവിൽ വേണം നമ്മൾ ശർക്കരയും ചേർത്ത് കൊടുക്കാൻ. ഒത്തിരി ശർക്കര ചേർത്ത് കൊടുത്താലും നമ്മളിതൊന്ന് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്. അങ്ങനെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇത് കാണുമ്പോൾ അറിയാമല്ലോ, ഈ ഒരു കട്ടി വേണം നമുക്ക് ഉണ്ണിയപ്പത്തിന് കിട്ടേണ്ടത്. ഇതിലിപ്പോൾ നമ്മൾ ഏത്തപ്പഴം ചേർത്ത് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കുമേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു നുള്ളുപ്പ്, ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഇപ്പം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളുപ്പും കൂടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുതിർത്ത് അരി അരച്ചെടുക്കുന്ന അതേ ടേസ്റ്റിൽ അതേ സോഫ്റ്റിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്താലും നമുക്ക് ഉണ്ണിയപ്പം ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്കൊരു ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നിയാലും നമുക്ക് ഇതേ രീതിയിൽ ചെയ്താൽ നമുക്ക് ഉണ്ണിയപ്പം കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഒരു പാടുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിന് അരി കുതിർക്കുകയൊന്നും വേണ്ട. അതുപോലെ തന്നെ പച്ചരി നമുക്ക് ജാറിലിട്ട് അരയ്ക്കുകയൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്കൊന്ന് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അന്നേരം നല്ലൊരു മണമായിരിക്കും നമ്മുടെ ഉണ്ണിയപ്പത്തിന്. എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്തില്ലാത്തതുകൊണ്ട് ഞാനിപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് ബദാമാണ്. ബദാം വെള്ളത്തിൽ കുതിർത്തത്, അത് ഞാൻ ഇതേ രീതിയിലൊന്ന് മൂപ്പിച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അന്നേരം തേങ്ങാക്കൊത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ബദാമിലും കിട്ടും. അങ്ങനെ നല്ല രീതിയിൽ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ആ ഒരു തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് എള്ളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എള്ള് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്തുമായാലും നമ്മുടെ ഈ നെയ്യ് നല്ല രീതിയിൽ ചൂടായതാണ്. എന്നിട്ട് ഞാൻ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് നമ്മുടെ അരച്ച് വെച്ചിരുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതേപോലെ നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. നല്ലൊരു കാണാനൊരു ഭംഗിയുമാണ്. അതുപോലെ തന്നെ നെയ്യിൽ നമ്മളിതൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണവുമാണ്. ഇതുപോലെ നെയ്യിൽ വറുത്ത് ചേർക്കുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുമ്പോഴും ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴും ഒരു ടേസ്റ്റ് ആയിരിക്കുമേ. അത് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഒത്തിരി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നെയ്യിൽ മൂപ്പിച്ച് ചേർത്ത് കൊടുത്താൽ ഈ ഒരു മാവ് നമുക്ക് അരച്ച് ആ നേരത്ത് തന്നെ നമുക്കത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ്. നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല. അന്നേരം തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം ചെയ്തെടുക്കാവുന്നതാണ്.
അതുപോലെ തന്നെ നമ്മളിതിൽ റൈസ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് പൗഡർ ഞാൻ പത്തിരി പൗഡറാണ് ചേർത്ത് കൊടുത്തത്, വറുക്കാത്ത റൈസ് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഉള്ളിൽ വേവാതെ പുറം നല്ല രീതിയിൽ കരിഞ്ഞ് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവേ. ഇതുപോലെ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റായി ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് പുളിക്കാനൊന്നും സമയം കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നല്ല പഴുത്ത പഴം തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കണേ. അത് പാളയംകോടനോ അല്ലെങ്കിൽ നല്ല മൈസൂർ പഴമോ ഏതാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് പഴമായാലും ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ലൊരു പഴുത്ത ഒരു ഏത്തപ്പഴമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഉണ്ണിയപ്പത്തിന് ഒരുപാട് സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് ഇതുപോലെ പഴം ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കുമേ. അതിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചില്ലെങ്കിലും നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇവിടെ ചേർത്താലും നല്ലതായിരിക്കുമേ. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വന്നാലും വൈകുന്നേരം നല്ലൊരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും വിരുന്നുകാർക്ക് കൊടുക്കാനും ഒക്കെ പറ്റിയ ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ ഈ രീതിയിൽ ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഞാനിത് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം കിട്ടുവേ. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം കിട്ടും. ഇത് നമുക്ക് മാറ്റി വയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അന്നേരം തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചൂടാറിയതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് അടച്ചു വെച്ചാൽ ഇത് 2-3 ദിവസം വരെയൊക്കെ കേടാവാതിരിക്കുവേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഉണ്ണിയപ്പത്തിന് നല്ല കറുത്ത നിറത്തിലുള്ള ശർക്കര വേണം എടുക്കാൻ. ഇല്ലെങ്കിൽ ശർക്കരയുടെ നിറം കുറവാണെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം കാണാനും അത്ര ഭംഗി ഉണ്ടാകത്തില്ലേ. ഉണ്ണിയപ്പത്തിന് നല്ല കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കറുത്ത ശർക്കര തന്നെ വേണം എടുക്കാനായിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ണിയപ്പം പൊടിച്ചെടുക്കുമ്പോൾ നല്ല കോക്കനട്ട് ഓയിലിൽ കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. നല്ല വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത്. പണ്ടൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അരി കുതിർത്ത് ഉരുളിലിട്ടിടിച്ച് ഒക്കെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇന്നത്തെ തിരക്കിനിടയ്ക്ക് നമുക്കതിനൊന്നും സമയമില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പികൾ നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ണിയപ്പം കുക്ക് ചെയ്തെടുക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കാതെ വേണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പുറഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ഉള്ളിൽ മാവ് പോലെ ഇരിക്കുകയും ചെയ്യുവേ. അതുകൊണ്ട് ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം സാവധാനത്തിൽ വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ മാവിൽ അല്പം ഉപ്പ് ചേർക്കാനും നമ്മൾ മറക്കരുത്. എങ്കിലേ മധുരത്തിനൊന്ന് ബാലൻസായി കിട്ടത്തോളെ. അങ്ങനെ അരച്ച് വെച്ച എല്ലാ മാവിലും ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കപ്പിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് എളുപ്പമായിരിക്കും ഒഴിക്കാനായിട്ട്. അങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട നമ്മൾ എല്ലാ മാവിലും ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പം തന്നെ നമുക്കിത് ചെയ്തെടുക്കാവേ. അതുപോലെ ഉണ്ണിയപ്പം നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ലൊരു പഴുത്ത പഴം ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യുവേ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.